എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 35-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ത്വദ്വാർത്താ കർണനോദ്യദ്ഗരുദുരുജവ സമ്പാദി വാക്യപ്രോത്തീർണാർണോധിരന്തർനഗരി ജനഗജാം വീക്ഷ്യത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢബന്ധൂദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ത്വദ്വാർത്ത നിന്തിരുവടിയുടെ കഥ, കർണനോദ്യത് കേട്ടപ്പോൾ, ഗരുദുരുജവ സമ്പാദി മുളച്ചു വന്ന ചിറകുകൾ കൊണ്ട് സമ്പാദി വാക്യ പ്രോത്തീർണാർണോധി സമ്പാദിയുടെ വാക്ക് കേട്ട് സമുദ്രം ചാടിക്കടന്ന് ആര്? ഹനുമാൻ. അന്തർനഗരി ജനകജാം വീക്ഷ്യ ലങ്കാനഗരിയുടെ ഉള്ളിൽ ചെന്ന് സീതയെ കണ്ടു. എന്നിട്ടെന്താ ചെയ്തേ? ദത്വാങ്കുലീയം അങ്കുലീയം ദത്വാ മോതിരം കൊടുത്തു. പ്രക്ഷുദ്യ ഉദ്യാനം ശേഷം അശോകോദ്യാനം തകർത്തു. അക്ഷക്ഷപണചണരണ യുദ്ധത്തിൽ അക്ഷകുമാരനെ കൊന്നു. സോഢബന്ധു ബ്രഹ്മാസ്ത്രബന്ധം അനുഭവിച്ചു. ദശാസ്യം ദൃഷ്ട്വാ രാവണനെ കണ്ടു. പ്ലുഷ്ട്വാ ച ലങ്കാം ലങ്കയെയും ചുട്ടുപൊട്ടിച്ചു, അതായത് ലങ്കയെ ദഹിപ്പിച്ചു. ഝടിതി പെട്ടെന്ന് തന്നെ, സ ഹനുമാൻ ആ ഹനുമാൻ മൗലിരത്നം ദദൗ തേ അങ്ങേക്ക് സീതാദേവിയുടെ ശിരസിൽ ചൂടിയ ചൂടാരത്നം കൊണ്ടുവന്ന് തന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. ഈ 34-35 ദശകങ്ങളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് രാമായണം കഥ മുഴുവനും. അതുകൊണ്ട് തന്നെ ഇത് വലിയ ശ്ലോകങ്ങളാണ്. വായിക്കാനും സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ആദ്യം വായിക്കുമ്പോൾ ചിലപ്പെങ്കിൽ നാവ് വഴങ്ങിയില്ല എന്ന് വരും. ഉപേക്ഷിക്കരുത്. അത് ഇതിൽ കാണിക്കുന്നത് പോലെ കോമ ഇട്ട് തിരിച്ച് വൃത്തിയായി മനസ്സിലാക്കി ഒരു 3-4 തവണ വായിച്ചാൽ നമുക്ക് വഴങ്ങും. വീണ്ടും വീണ്ടും വായിച്ച് ആ ശ്ലോകത്തിനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. ഓരോ വാക്കുകൾ അങ്ങനെ മുറിച്ച് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അത് കൂട്ടി വായിക്കാൻ കഴിയില്ല. ചില അർത്ഥങ്ങൾ പൂർണ്ണമാവില്ല. അതിനുവേണ്ടി ആ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ചൊല്ലി അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്യണം. ഈ ശ്ലോകത്തിൽ എന്താ പറയണേ? അങ്ങയുടെ വൃത്താന്തം കേട്ട് വീണ്ടും മുളച്ചു വന്ന ചിറകുകളാൽ വേഗത്തിൽ പറന്നു പോകുന്ന സമ്പാദി പറഞ്ഞതു കേട്ട് ഹനുമാൻ സമുദ്രം തരണം ചെയ്യുകയും ലങ്കയുടെ അന്തർഭാഗത്തിരിക്കുന്ന സീതയെ കണ്ട് അങ്കുലീയം കൊടുക്കുകയും ചെയ്തു. അനന്തരം ആ ഉദ്യാനം തകർത്തു. അക്ഷകുമാരനെ കൊന്നതുകൊണ്ട് ഉഗ്രമായ യുദ്ധത്തോടെ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രബന്ധനം സഹിച്ച് രാവണനെ കണ്ട ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ച് മടങ്ങുകയും അങ്ങേക്ക് സീതയുടെ ശിരോരത്നം അടയാളമായി കൊണ്ടുവന്നു തരികയും ചെയ്തു. യഥാർത്ഥത്തിൽ നാരായണീയത്തിൽ വിസ്തരിച്ച് പറഞ്ഞ അത്രയൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല രാമകഥ. അവിടെ ഈ സുന്ദരകാന്ഡത്തിലെ കഥ വളരെ സൂക്ഷ്മമായിട്ട് സഖ്യം വിധായ കപിഭിർ ദൈതാഗതിം തൈർബുദ്ധ്വാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മേൽപ്പുത്തൂർ വിദഗ്ധമായി ആ കഥ ഒന്നുകൂടി വിശദമായി നാരായണീയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതിനും അപ്പുറം രാമകഥ അറിയാത്ത ഒരു ഭക്തനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കഥകൾ ഇങ്ങനെ ഒന്നിച്ച് പറഞ്ഞാലും നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. ഹരേ കൃഷ്ണ.